ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. മെയ് 2 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഈ വർഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇന്നത്തെ ഞാൻ ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തതാണ്. അന്ന് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കപ്പയും ബീഫ് കറിയും ചോറും ഒക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ മെഹബുള്ളയിലേക്ക് ബ്രോന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ബ്രോ അവിടെ കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു ഉറക്കത്തിൽ നിന്നായിരുന്നു നമ്മൾ എടുത്തുകൊണ്ട് പോയത്. അതാണ് അവൾ ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്. പിന്നെ ഐസൂട്ടൻ അവിടെ പോയപ്പോഴത്തേക്ക് ഉറക്കുമായിരുന്നു. നമ്മളവിടെ പോയപ്പോഴത്തേക്ക് ബ്രോ അവിടെ ഇല്ലായിരുന്നു. ബ്രോ ഓഫീസിലോട്ട് പോയായിരുന്നു. പിന്നെ അവനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടീസും ഒക്കെ സ്റ്റാർട്ട് ആക്കിയത്. ഐസൂട്ടൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഉറങ്ങി കിടക്കുന്ന ഐസൂട്ടനെ വിളിച്ചുണർത്തിയിട്ടാണ് കേക്ക് കട്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം വന്നിട്ട് കത്തി വാങ്ങിച്ച് കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഐസൂട്ടന് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും അവന് കട്ട് ചെയ്യണം. കുഞ്ഞിക്ക് അങ്ങനെ കട്ട് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല, കഴിക്കാൻ ഇഷ്ടമാണ് അവക്കും. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു നമ്മൾ വാങ്ങിച്ചത്. തായും അമ്മായും എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും കൂടെ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ കേക്ക് കട്ട് ചെയ്തു, പിന്നെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനത്തെ ചടങ്ങുണ്ടല്ലോ, അങ്ങനെയൊക്കെ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ കൊല്ലം 15 വർഷം ആയതിൻ്റെ സന്തോഷവും ഉണ്ട്. പിന്നെ മക്കൾ ഒന്നിച്ചിരുന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കേക്ക് കട്ടിങ്ങും ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് കാരണം നമുക്ക് ചെയ്തിട്ടേ ഇല്ലായിരുന്നു അങ്ങനെയൊന്നും. പ്രഗ്നൻ്റ് ആയിരുന്ന ടൈം ഹസ്ബൻഡ് ഇവിടെ കേക്ക് കട്ട് ചെയ്തു ഒരു പ്രാവശ്യം. മക്കളായതിനു ശേഷം ഞാൻ നാട്ടിലൊരു പ്രാവശ്യം കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് അങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ആനിവേഴ്സറിയും നമ്മൾ ആഘോഷിച്ചതും ഒന്നുമില്ല. അൽഹംദുലില്ലാ, ഇപ്രാവശ്യം 15 വർഷം അതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുകയും മക്കൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത്താക്കും നാത്തൂനും അമ്മക്കും ഫ്രണ്ട്സിനും ആങ്ങളയ്ക്കും എല്ലാവർക്കും കൂടെയാണ് കൊടുത്തത്. നാത്തൂൻ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് വായി വെച്ച് തന്നപ്പോഴത്തേക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിയാക്കിയതാണ്. അസുലഭ നിമിഷമാണ്. ഒന്നും കൂടെ വായി വെച്ച് കൊടുത്തേ, ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് വീഡിയോ എടുത്തോട്ടെന്ന് പറഞ്ഞിട്ട് അതാണ് 2 പ്രാവശ്യം അവൾ വെച്ച് തരുന്നത്. പിന്നെ അമ്മായും കേക്കൊക്കെ കട്ട് ചെയ്ത് വായിലൊക്കെ വെച്ച് തന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും കൊടുത്തു, ആങ്ങളയ്ക്കും എല്ലാവർക്കും കൊടുത്ത്. അത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ പരിപാടീസ്. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് കേക്ക് കട്ടിങ്ങും പരിപാടീസും. പിന്നെ വീഡിയോ എടുക്കാൻ ജിനേഷേട്ടൻ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതിനിടയിൽ ഐസൂട്ടനും കുഞ്ഞിയും വാരി കേക്ക് അലക്കുന്നുണ്ടായിരുന്നു. ലേഹാം വാവ ഉറക്കമാണ്, അതാണ് അവനെ ഇവിടെ കാണാഞ്ഞത്. റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കുഞ്ഞുവാവ. കേക്ക് കട്ടിങ്ങും പരിപാടീസും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കലും കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ബ്രോയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫിലിമിന് പോകുന്നുണ്ടായിരുന്നു. മക്കൾ നന്നായിട്ട് ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. വീട്ടിൽ വന്ന് അവരെ ഉറക്കാന്ന് വിചാരിച്ച് നമ്മളും അവിടെ നിന്ന് വന്നു. ബ്രോന്റെ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 2 ബൗബൗവിനെ നമ്മൾ കണ്ടു. നേരത്തെ ഈ ബൗബൗവിനെ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇന്ന് വേറൊരു ഈ ഒരു ബൗബവും കൂടെ ഉണ്ട്. ചേച്ചിമാരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ 2 മിനാരം കണ്ടു. മിനാരം എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ഒരു പുപ്പായെ കണ്ടു, ഒരു മാലാഗയെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.